ശരിക്കും ഇ ഡിയുടെ ലക്ഷ്യം വീണയല്ലേ? വീണയുടെ ഡയറിയിൽ നിന്നും മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളിലേക്ക് ഇ ഡി എന്തുകൊണ്ട് അന്വേഷണം കൊണ്ടുപോയി? കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു വ്യക്തിയെ. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ നീക്കം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തന്നെയാണ് അങ്ങനെ വഴിയൊരുക്കുന്നത്. CMR എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം വീണ വിജയനിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന വ്യക്തമായ സൂചന ഇപ്പോൾ കോഴിക്കോട് നടന്ന വ്യാപക പരിശോധനകൾക്കൊടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മുൻമന്ത്രി കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസുമായി അടുത്ത് ബന്ധമുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒരേ സമയം തന്നെ ഇ ഡി പരിശോധന നടത്തിയതാണ് അതിൻ്റെ തെളിവ്. കുണ്ടുപറമ്പിലെ നന്ദുലാലിൻ്റെ വീട്, CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള P. നിഖിലിൻ്റെ ഫ്ളാറ്റ്, പരസ്യ കമ്പനി ഉടമ ഷൈജലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, ഇവിടങ്ങളിലൊക്കെ തന്നെ ഇ ഡി എന്തുകൊണ്ട് പരിശോധന നടത്തി? റിയാസുമായി ഇവർക്കുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടുകളും ഇത് തന്നെയാണ് ഈ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെയാണ് വീണ വിജയൻ്റെ ഡയറി ഏറെ നിർണായകമായി തന്നെ മാറുന്നത്. നേരത്തെ നടത്തിയ പരിശോധനകളിൽ നിന്ന് കിട്ടിയ രേഖകളിലും മൊഴികളിലും ഡയറിയിൽ നിന്നും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ചില വ്യക്തികളുമായും ചില ഇടപാടുകളുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ ഇത് തന്നെയാണ് ഇ ഡിക്ക് ഇപ്പോൾ നിർണായകമായി ലഭിച്ചിരിക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ട് കുറച്ച് വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇ ഡി ഇപ്പോൾ നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ പരിശോധനകൾ ഉപകാരപ്പെടുമെന്ന സൂചനയുണ്ട്. മാസപ്പടി കേസുമായി നേരിട്ട് ബന്ധമില്ലാത്തതായി തോന്നുന്ന ചില വ്യക്തികളുടെ സാമ്പത്തിക ഇടപാടുകൾ അത് ഇ ഡി പരിശോധിക്കുന്നത് ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. പണമിടപാടുകളുടെ ഉറവിടം, കമ്പനിയുമായിട്ടുള്ള ബന്ധം, ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. വീണ വിജയൻ പങ്കാളിയായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. മാസപ്പടി കേസിൽ എക്സാലോജിക്കിന് CMR നിന്ന് ലഭിച്ച പണത്തിൻ്റെ സ്വഭാവവും അതിന് പിന്നിലെ ഇടപാടും തന്നെയാണ് ഈ അന്വേഷണത്തിൻ്റെ കേന്ദ്രബിന്ദു. ഇതിനൊപ്പം തന്നെ ബന്ധപ്പെട്ട വ്യക്തികളിലേക്കും സ്ഥാപനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഇ ഡി തീരുമാനിച്ചത്. ഇപ്പോഴത്തെ പരിശോധനകൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള അവസാനഘട്ട തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വേണം കരുതാൻ. റെയ്ഡുകളിൽ കിട്ടുന്ന രേഖകൾ പരിശോധിച്ച ശേഷം കൂടുതൽ പേർക്ക് ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് നൽകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീണ വിജയനിൽ നിന്നും റിയാസുമായി അടുത്ത ബന്ധമുള്ളവരിലേക്ക് ഈ അന്വേഷണം നീളുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പ്രതിയാക്കാമെന്നോ അറസ്റ്റ് ചെയ്യാമെന്നോ ഇപ്പോൾ ഒരു വിവരമോ സ്ഥിരീകരണമോ സൂചനകളോ ഇ ഡിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. എന്താണ് ഇ ഡിയുടെ തുടർ നടപടികൾ? ഇതുതന്നെയാണ് ഈ കേസിന്റെ അടുത്ത വഴിത്തിരിവ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.